നോക്കൂച്ച, ചേട്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടോ? ആ, ബംഗ്ലാവ്, കാറ് എല്ലാം ഉണ്ട്. മിടുക്കൻ, കൊള്ളാലോ. രാജേഷ് വലിയ എഞ്ചിനീയർ ആകുന്ന ലക്ഷണം ഉണ്ടല്ലോ. വാസ്തവം, നല്ല ഭാവന. അവൻ എന്റെ മോനാണ്. അപ്പൊ ബാബു? അവന് എന്റെ മോൻ തന്നെ, പക്ഷെ നിന്നെ പോലെ ബുദ്ധി അല്പം. ഇവന് നമുക്ക് വിദേശത്ത് അയച്ച് പഠിപ്പിക്കണം. എന്താ സാധ്യത? എനിക്ക് കേൾക്കണ്ട. വിദേശത്തോ സ്വദേശത്തോ എവിടെ വേണമെങ്കിലും വിട്ട് പഠിപ്പിച്ചോ. വേണ്ടെന്നാരെങ്കിലും പറഞ്ഞോ? ചേടാ, ഇവള് പറയുന്ന കേട്ടാൽ രാജേഷ് അവളുടെ മകനെല്ലാം തോന്നുമല്ലോ, അല്ലേ ചേരാ? ആ, മക്കളിനെ എടുത്തു വന്നേ. അച്ഛനൊരു സൂത്രം തരട്ടെ. ഡിങ് ഡി. ഇനി മക്കളെ കളിച്ചു. ചേട്ടൻ അച്ഛൻ രണ്ടുമ്മ തന്ന്, എനിക്ക് ഒന്നേ തന്നുള്ളൂ. അതിനെന്താ, അനിന് ഞാൻ തരല്ലോ ഒത്തിരി ഉമ്മ. മതി. രാധികയുടെ അച്ഛനോടില്ലേ? വിളിക്കുന്ന കേട്ടൂടെ? രാധികയുടെ അച്ഛനോടില്ലെന്ന്. ഞാനിവിടെ ഉണ്ട്. ഓഹോ, ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. പറഞ്ഞത് കേട്ടില്ലേ? വെളിയിലെങ്ങും ചുറ്റാൻ പോകരുതെന്ന്. ഇവിടെ വല്ല ജോലി ഉണ്ടെങ്കിൽ അതും നോക്കി ഇവിടെ ഇരുന്നോളണം. 3 നേരം ആഹാരം കഴിക്കണ്ടേ? അച്ഛൻ എന്താ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നത്? ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയില്ലോ തമ്പുരാട്ടിക്ക്. നിങ്ങൾ എന്നെ എന്റെ വീട്ടിലെ കാവൽക്കാരനാക്കി കളഞ്ഞില്ലേ? ഗുണത്തിനായാലും ദോഷത്തിനായാലും നിങ്ങളുടെ വിവാഹം നടത്തി വച്ചവനല്ലേ ഞാൻ. അത് ഞങ്ങളുടെ സാമർത്ഥ്യം. വരൂ രാധികേ. അയ്യോ, മാതിരെന്താ വെറുതെ ഇവിടെ കുത്തിയിരുന്നവനെ? വെളിയിൽ പോയില്ലേ പിള്ളേരുടെ കൂടെ? പിന്നെ വീട്ടുകാവലിനാരാ? ഇത്രയും സ്വത്ത് സമ്പാദിച്ച മാതിരൻ ഈ വീട്ടിലെ കാവക്കാരനോ? വീട്ടിൽ കാവൽ കിടക്കും നായരോ നല്ല മൃഗം എന്ന് പറഞ്ഞവരായല്ലോ. എന്റെ യോഗം എന്ന് പറഞ്ഞാൽ മതി സരസപ്പ. അവരുടെ വിവാഹം കഴിഞ്ഞതും എന്റെ കഥ കഴിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഞാനിപ്പോ അവരുടെ ചൊൽപ്പണിക്കാം. അയ്യോ, അങ്ങനെ ഒന്നും പറയണ്ട എന്റെ സരസപ്പ. രാധിക വയറും കാണിച്ച് മുമ്പിൽ വന്ന് നിൽക്കുന്നു. വിവാഹം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ മാനം പോകുന്ന ഒരേ പിടിവാശി. എടാ ബുദ്ധിമാനെ, അത് മാതിരനെ ഇരുത്തിയിരുത്തിയതായിരുന്നല്ലോ. ഉടനെ മാനമെങ്കിലും പോകാതിരിക്കട്ടെ എന്ന് കരുതി സർവമാന സ്ഥാപനജംഗ വസ്തുക്കളും അവന്റെ പേർക്ക് എഴുതി കൊടുത്ത് വിവാഹവും കഴിച്ചു കൊടുത്തു. അപ്പോഴാ അറിയുന്നത് വയറ്റിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ ഇനി ഒരു കാര്യം അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തോന്നു? അവർക്ക് ഈ സൂത്രമൊക്കെ പറഞ്ഞു കൊടുത്ത ഞാനാണ്. എടാ സാമദ്രോഹി, നീ എന്നോട് ചെയ്യണമായിരുന്നു. കോടീശന്റെ അമ്മായിയപ്പനാണ് എന്നെ ആഗ്രഹിച്ചത്. ഭാര്യമാരുടെ ഭർത്താക്കന്മാരെ എല്ലാവരും നോക്കാം. ഈ ആപ്പിൾ കഴിക്കും. ചേട്ടന് കൊടുക്കണ്ടേ അമ്മേ? അവനിപ്പോ ഇവിടെ ഇല്ലല്ലോ, അവന് വേണ്ട. ചേട്ടന് കൊടുക്കാതെ എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. തൊട്ടതിനൊക്കെ ഇങ്ങനെ ഏട്ടെന്ന് പറഞ്ഞ് നടന്നേക്കരുത്. നീ നിന്റെ കാര്യം നോക്കിയാ മതി. ആപ്പിൾ കഴിക്കൂ. ചേട്ടൻ വന്നല്ലോ. ചേട്ടൻ ആപ്പിൾ വേണ്ടേ? അമ്മേ, എനിക്കും തരുമേ ആപ്പിൾ? ആപ്പിളേ കഴിക്കോ? വേറൊന്നും വേണ്ടേ? കഞ്ഞിയും ചോറും കഴിച്ച് വളർന്നാ മതി. പിന്നെ അനിയന് കൊടുത്തതോ? നീ അവകാശം ചോദിക്കുന്നോടാ? പോടാ അവിടുന്ന്. മോൻ കഴിച്ചോ? ചേട്ടന് കൊടുക്കാതെ എനിക്ക് വേണ്ട. നോക്കി നിന്ന് കൊതി കൂട്ടാതെ പോടാ. വിളി പോയി കളിക്ക്. പോകാൻ. ചേച്ചി എന്താ കാണിച്ചത്? കാണിച്ചത് എന്താണെന്ന് കണ്ടില്ലേ? എല്ലാം മറന്നാലും മനുഷ്യത്വം മറക്കരുത് ചേച്ചി. എനിക്ക് മനുഷ്യത്വമില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ താമസിച്ച് പഠിക്കുകയില്ലായിരുന്നു. അത് നിനക്കറിയാമോ? നീ നിന്റെ കാര്യം നോക്കിയാ മതി. പറഞ്ഞില്ലെന്ന് വേണ്ട. വാ മോനെ. അല്ല, എന്തു പറ്റി? രാജേഷ് മോൻ എന്താ ഇവിടെ ഇങ്ങനെ കരയുന്നത്? അമ്മ എനിക്ക് ആപ്പിൾ തന്നില്ല, അരിയന് മാത്രം കൊടുത്തു. അതിന് അമ്മയോട് ചോദിച്ചാ മതിയല്ലോ മോനെ. ചോദിച്ചപ്പോൾ പറഞ്ഞു കഞ്ഞിയും ചോറും കഴിച്ചാൽ മതിയെന്ന്. എന്താ മാമ അമ്മ എനിക്ക് ആപ്പിൾ തരാത്തത്? അത് പിന്നെ രാജേഷ് മോൻ എത്ര ആപ്പിൾ വേണം? മാമൻ കടയിൽ പോയി വാങ്ങിച്ചു തരാമല്ലോ.
വാങ്ങിച്ചു തരാമോ? ഓ മാമൻ തീർച്ചയായും വാങ്ങിച്ചു തരാം. എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, മാമന് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇല്ല, അങ്ങനെ പറയല്ലേ രാജേഷ് മോനെ. രാജേഷ് മോനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഹായ് ഓടുകുതിരെ, ഹായ് ഓടുകുതിരെ, ഹായ് ഓടുകുതിരെ, ഹായ് ഓടുകുതിരെ, ഹായ് ഹായ് ഹായ്. ഓടുകുതിരെ, ഓടുകുതിരെ, ഓട് ഓടുകുതിരെ, ഓടുകുതിരെ, എഴുന്നേക്ക് കുതിരെ, എഴുന്നേക്ക് കുതിരെ, ഓടുകുതിരെ, ഓട്. എടാ നീ അത്രയ്ക്കായോടാ? എന്റെ കുഞ്ഞിന്റെ പുറത്ത് കയറിയിരുന്നുകൊണ്ട് അവരെ തല്ലാനും മാത്രമായോടാ? ദ്രോഹി, നിന്നെ ഞാൻ എന്റെ കുഞ്ഞിനെ തല്ലുവാ. നിന്നെ ഞാൻ കൊല്ലുവാടാ, കൊല്ലും. ഈ കൊച്ചു കുഞ്ഞിന് ഇങ്ങനെ തല്ലാൻ തോന്നിയല്ലേ? ഇവനിപ്പോ അത്ര കൊച്ചു കുഞ്ഞാണോ? അധിക പ്രസംഗി. നിന്നെ ഞാൻ മാമ ഇനി എന്നെ തല്ലരുതെന്ന് പറയും മാമ. നിന്നെ തല്ലുകയല്ല കൊല്ലുകയാ വേണ്ടത്. വൃത്തികെട്ട ജന്തു. കൊച്ചമ്മേ, വൃത്തികെട്ട ജന്തു അല്ലേ? ചേട്ടാ, നിന്റെ ഒരു ചേട്ടൻ വായിവിടെ. ചേട്ടാ, അമ്മ മോനെ ഒത്തിരി തല്ലിയോ? അതെ മാമ. ആ വേദന മുഴുവൻ മാമനായിരുന്നു മോനെ. എന്നിട്ട് മാമന്റെ ദേഹത്തൊന്നും പാടുകളില്ലല്ലോ? പാടുകളെല്ലാം മാമന്റെ മനസ്സിലാണ് മോനെ. പാടുകളല്ല, മുറിവുകളാണ്. ലക്ഷ്മി, നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തോന്നുന്നു. ലക്ഷ്മി, തെറ്റുപറ്റിപ്പോയി. എല്ലാം ഭംഗിയായിട്ടുണ്ട് ചേച്ചി. ചേച്ചി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും വിരോധമില്ല, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ് ചേച്ചി. അതിനിവിടെ എന്തുണ്ടായെന്നാണ് ഇയാൾ പറയുന്നത്? ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ തല്ലാമോ ചേച്ചി? അതും ആ കുട്ടിയുടെ അച്ഛന്റെ മുന്നിൽ വെച്ച്. എന്റെ മകനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആ വൃത്തികെട്ട ജന്തുവിനെ എടുത്ത് ഉമ്മ വെക്കണം? ചേച്ചി വീണ്ടും ആ പദം തന്നെ ഉപയോഗിക്കുന്നു. ആ കുട്ടിയുടെ അമ്മ മരിച്ചു, ചേച്ചി ജീവിച്ചിരിക്കാൻ വേണ്ടിയല്ല അവർ മരിച്ചത്. സത്യത്തിൽ ചേച്ചിയുടെ കുട്ടിയേക്കാൾ വിലയില്ലേ ചേച്ചി ആ കുട്ടിക്ക്? രാജേഷ് ഇല്ലായിരുന്നുവെങ്കിൽ ബാബുവിനെ പ്രസവിക്കാൻ വേണ്ടി ചേച്ചി ഈ വീട്ടിൽ കാണുമായിരുന്നു. അതൊക്കെ ഈശ്വര നിശ്ചയം പോലെ ഓരോന്ന് നടക്കും എന്ന് വിചാരിച്ച് വല്ലവളും പ്രസവിച്ച കുഞ്ഞ് ഞാൻ പ്രസവിച്ച കുഞ്ഞിനേക്കാൾ ഇവിടെ വലിയവനൊന്നും ആകണ്ട. വല്ലവളും പ്രസവിച്ച കുഞ്ഞ് അല്ലേ? രാജേഷിന് ബാബുവിനേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളതുകൊണ്ട് അളിയൻ രാജേഷിനെ കൂടുതൽ സ്നേഹിക്കുന്നു. അതിന് രാജേഷ് എന്ത് പഠിച്ചു? എന്തായാലും എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞിനേക്കാൾ കൂടുതലായി മറ്റൊരുത്തരുടെ കുഞ്ഞിനെ ഇഷ്ടപ്പെടണ്ട. ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കുകയില്ല, അത് തീർച്ചയാണ്. ശ്രീധരേട്ട, ഈ ശിക്ഷ ശ്രീധരേട്ടൻ വിലക്ക് വാങ്ങിയതാണ്. നോക്ക് ചേട്ടാ, ലഡ്ഡു ചേട്ടന് വേണോ? അവിടുന്നാ അമ്മ എനിക്ക് എടുത്തു തന്നത്. പൊക്കത്തിലല്ലേ, അനിയൻ എങ്ങനെ എടുക്കും? ചേട്ടൻ കുഞ്ഞു നിക്ക്, ഞാൻ ചേട്ടന്റെ പുറത്ത് കയറി നിന്ന് എടുത്തു തരാം. എന്നാ വാ. അയ്യോ, എനിക്ക് വേദന എടുക്കുന്നനിയാ, ഒന്ന് വേഗം ആകട്ടെ. അയ്യോ, ഉടഞ്ഞു പോയല്ലോ അനിയ. നീ എന്ത് അക്രമമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരാടാ ഈ ഭരണി വിട്ട് താഴെയിട്ടത്? എന്റെ കൈ തെറ്റി വീണു പോയതാണമ്മേ. നിന്നോട് ചോദിച്ചോടാ? ചേടാ, നീ ഇവനെ കൂടി മോഷ്ടിക്കാൻ പഠിപ്പിക്കുകയാണല്ലേ? നീ മോഷ്ടിക്കുമോടാ? നാശം പിടിച്ചവനെ. മുട്ടയിൽ നിന്നും വിരിഞ്ഞില്ല,
അതിനു മുമ്പ് മോഷണം. അതെങ്ങനാ? വർഗവതല്ലേ? നിലവിളിക്കണം, നിലവിളിക്കണം. മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാനാണ് നീ ജനിച്ചത്. ശാപം കിട്ടിയവൻ. എന്തിനാണ് നീ എന്റെ കുഞ്ഞിനെ തല്ലിയേ? കേട്ടില്ലേ? അത് പിന്നെ പിന്നെ ഇവൻ നുണ പറഞ്ഞിട്ടാണ്. നുണ പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ തല്ലാൻ നീ ആരാടാ? നിനക്ക് ഈയിടെ ഭ്രാന്താണ്. മതി, ഇനി നീയുടെ ജോലി ചെയ്യണ്ട. എന്റെ അറിവുകേട് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ക്ഷമിക്കണം. നീ ഇത്ര നന്ദിയില്ലാത്തവനാണെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളുടെ കുഞ്ഞിന്റെ ദേഹത്ത് കൈവലിച്ചടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായടാ? നിന്റെ മോനാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോടാ? ദ്രോഹി. ഓരോരുത്തരെയും നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണമെന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും യഥാകാലം നീ കേട്ടില്ല. അതിന്റെ ശിക്ഷയാണത്. അനുഭവിച്ചോ? മേലാരന്റെ കുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടുപോയാൽ അപ്പോ അറിയാം. എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി. ഞാൻ മഹാപാപിയാണ്. നമ്മുടെ കുഞ്ഞിനെ ഞാൻ തല്ലി ലക്ഷ്മി. ഈ കൈ കൊണ്ട് തല്ലി. ലക്ഷ്മി, നമ്മുടെ കുഞ്ഞിനെ ഇട്ട് ആ സ്ത്രീ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഇതെല്ലാം കാണാൻ വേണ്ടി എന്നെ നീ തനിച്ചാക്കിയിട്ട് കടന്നു കളഞ്ഞല്ലോ ലക്ഷ്മി. എന്നെ കൂടെ നിന്റെ അടുത്തേക്ക് വേഗം വിളിക്കൂ ലക്ഷ്മി. ഇതെല്ലാം കണ്ട് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല ലക്ഷ്മി. ശക്തിയില്ല.